അഗ്നിച്ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ 99-ാം പതിപ്പ് APJ അബ്ദുൽ കലാമിൻ്റെ നോവലായിരുന്നു നമ്മൾ വായിച്ചിരുന്നത്. തീർത്ഥാടകരുടെ പുണ്യസ്ഥലമായ രാമേശ്വരത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും വെറും 10 മിനിറ്റ് നടന്നാൽ മതി. ഞങ്ങളുടേത് മുഖ്യമായി ഒരു മുസ്ലിം പ്രദേശമായിരുന്നെങ്കിലും അവരോട് തികച്ചും സൗഹൃദത്തിൽ കഴിഞ്ഞു പോന്ന ഏതാനും ഹിന്ദു കുടുംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തെരുവിലെ പുരാതന മുസ്ലിം പള്ളിയിൽ സഹന പ്രവർത്തനങ്ങൾക്കു പോകുമ്പോൾ പിതാവ് ഏതെന്നും കൊണ്ടുപോവുക പതിവായിരുന്നു. അവിടെ ഉയർന്നു കേട്ടിരുന്ന അറബിയിലുള്ള പ്രാർത്ഥനാ വചസ്സുകളുടെ അർത്ഥത്തെക്കുറിച്ച് എനിക്കൊരു അവ്യക്തധാരണ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ പിതാവ് പള്ളിയിൽ നിന്നും പുറത്തു വരുമ്പോൾ വിവിധ മതസ്ഥരായ കുറച്ച് ആളുകൾ അദ്ദേഹത്തെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരിൽ പലരും നീട്ടിക്കാണിക്കുന്ന മൊന്തയിൽ ജലത്തിൽ അദ്ദേഹം വിരൽത്തുമ്പു മുക്കിയിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലും. ഈ ജലം അവർ വീട്ടിൽ കൊണ്ടുപോയി അവിടെയുള്ള രോഗികൾക്ക് കൊടുക്കുമായിരുന്നു. അതു കഴിച്ച് രോഗശാന്തി അനുഭവപ്പെട്ട ചിലർ നന്ദി പറയാനായി വീട്ടിൽ വന്നിരുന്നതും ഞാൻ ഓർക്കുന്നു. അതുകേട്ട് എൻ്റെ പിതാവ് എപ്പോഴും മന്ദഹാസിക്കുകയും കരുണാമയനും ദയാപരനുമായ അല്ലാഹുവിനോട് നന്ദി പറയുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാമേശ്വര ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിജിയുടെ പിതാവിൻ്റെ വളരെയടുത്ത ഒരു സുഹൃത്തായിരുന്നു. എൻ്റെ ചെറുബാല്യത്തിലെ ഏറ്റവും മിഴിവാർന്ന സ്മരണകളിലൊന്ന് തങ്ങളുടെ പരമ്പരാഗത വസ്ത്രങ്ങളിലൊന്ന് ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്ന ഈ രണ്ടുപേരെയും കുറിച്ചുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാത്രം മുതിർന്നപ്പോൾ പ്രാർത്ഥനയുടെ സാങ്കത്യമെന്തെന്ന് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി. പ്രാർത്ഥനയിൽ യാതൊരു നിഗൂഢതയുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. വിശേഷാൽ അത് മനുഷ്യരെ ആത്മീയ തേജസ്സുമായുള്ള ഐക്യം സാധ്യമാക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ, അദ്ദേഹം പറഞ്ഞു, നിന്റെ ശരീരത്തിൻ്റെ പരിമിതികളെ അതിജീവിച്ച് നീ പ്രപഞ്ചത്തിൽ തന്നെ ഒരു ഭാഗമായി തീരുകയാണ്. അവിടെ സമ്പത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ ആയ യാതൊരു വിഭാഗങ്ങളുമില്ല. സങ്കീർണമായ ആത്മതത്വങ്ങൾ അതീവ ലളിതമായ തമിഴിൽ പറഞ്ഞു താരൻ. എൻ്റെ പിതാവിന് കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ മനുഷ്യവ്യക്തിയും തന്റേതായ സന്ദേശസ്ഥലത്തും തനിമയിലും അവർ എത്തിച്ചേരുന്ന നല്ലതോ ചീത്തതോ ആയ അവസ്ഥയും പ്രത്യക്ഷമായി ദൈവിക അസ്തിത്വപൂർണ്ണമായുള്ളവരുടെ അംശങ്ങളാണ്. ആകയാൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ നാം എന്തിനു ഭയപ്പെടണം? കഷ്ടതകൾ വരുമ്പോൾ നിങ്ങളുടെ യാതനകളുടെ പ്രസക്തിയെപ്പറ്റി മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. പ്രതികൂല സാഹചര്യങ്ങൾ എപ്പോഴും ആത്മപരിശോധനയ്ക്ക് അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സഹായവും ഉപദേശവും തേടി അങ്ങയുടെ അടുത്തു വരുന്നവരോട് ഇതൊന്നും പറയാത്തതെന്ത്? ഞാൻ പിതാവിനോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ ചുമലിൽ കൈ രണ്ടും
വെച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. കുറച്ചു നേരത്തേക്ക് അദ്ദേഹമൊന്നും പറഞ്ഞില്ല. തൻ്റെ വാക്കുകൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് എനിക്ക് ഉണ്ടോ എന്ന് അദ്ദേഹം വിലയിരുത്തുകയായിരുന്നു തോന്നി. എന്നിട്ട് അദ്ദേഹം വളരെ താഴ്ന്നതും എന്നാൽ വളരെ ആത്മീയമുള്ളതുമായ സ്വരത്തിൽ അതിനുള്ള മറുപടി നൽകി. എൻ്റെ മനസ്സിൽ സാധാരണമായ ഒരു ഊർജവും ആവേശവും നിറയ്ക്കുന്ന ഒന്നായിരുന്നു അത്. തങ്ങൾ ഒറ്റപ്പെട്ടതായി കാണപ്പെടുമ്പോൾ മനുഷ്യജീവികൾ സ്വാഭാവികമായും ഒരു കൂട്ടിനു വേണ്ടി തിരയുന്നു. ബുദ്ധിമുട്ടുകളുണ്ടാവുമ്പോൾ അവർ സഹായത്തിന് ആരെയെങ്കിലും പ്രതീക്ഷിക്കുകയായി. ഒരു ദുർഘട പ്രതിസന്ധിയിൽ ഉയരുമ്പോൾ കരകയറ്റാൻ കഴിവുള്ള ഒരാളെ ആയിരിക്കും നോക്കുക. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വരുന്ന ഓരോ വേദനകളും ആശകളും പ്രതീക്ഷകളും അതിൻ്റേതായ ഒരു പ്രത്യേകത സഹായിയെ കണ്ടെത്തുന്നു. പ്രശ്നങ്ങളിൽ പെട്ടൊഴി എൻ്റെ അടുത്ത് പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യാനുള്ള അവരുടെ ശ്രമത്തിലെ കേവലം ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ഞാൻ. ഇതൊരിക്കലും ശരിയായൊരു സമീപനമല്ല. അതുകൊണ്ട് ഇതൊരിക്കലും പിന്തുടരുത്. വിധിയെക്കുറിച്ചുള്ള ഭയത്തോടുകൂടിയ കാഴ്ചപ്പാടും നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിന് നമ്മുടെ ഉള്ളിൽ തന്നെ എതിരിൽ നിൽക്കുന്ന ശത്രുവിനെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ദർശനവും തമ്മിലുള്ള വ്യത്യാസവും നാം മനസ്സിലാക്കണം. വെളുപ്പിന് 4 മണിക്ക് നമാസ് വായനയോടെ എൻ്റെ പിതാവ് തൻ്റെ ദിവസത്തിന് തുടക്കമിട്ടിരുന്നത് ഞാൻ ഒന്നിനും ഓർമ്മിക്കുന്നു. നമാസിനു ശേഷം അദ്ദേഹം 4 മൈൽ അകലെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറിയ തെങ്ങിൻ തോപ്പിലേക്ക് നടക്കും. പിന്നെ തിരിച്ചു വരുന്നതാണ്. പരസ്പരം ബന്ധിച്ച് തോളിൽ തൂക്കിയിട്ട് ഒരു ഡസനോളം നാളികേരങ്ങളുമായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം പ്രാതൽ കഴിക്കുകയുള്ളൂ. 60കളുടെ അന്ത്യത്തിലെത്തി നിൽക്കുമ്പോൾ ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. തിങ്കിങ് റിലേറ്റിംഗ് ടു സ്റ്റോറിയിൽ APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള വരികളാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.